ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എലിപ്സ് ബൈ യൂസിങ് എക്സെൻട്രിസിറ്റി മെത്തേഡ്. എക്സെൻട്രിസിറ്റി മെത്തേഡ് യൂസ് ചെയ്ത് എലിപ്സ് നമുക്ക് വരയ്ക്കുന്നതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ അത് വരയ്ക്കുന്നതിന് മുൻപേ നമ്മൾ കുറച്ച് ടേംസുകൾ അറിയേണ്ടതുണ്ട്. ഓക്കെ, ഈ വരച്ചിരിക്കുന്നതാണ് നമ്മുടെ എലിപ്സിൻ്റെ കർവ്. ഓക്കെ, അപ്പോൾ അതിനൊരു മേജർ ആക്സിസും കാണും. ഇതാണ് ഇതിൻ്റെ മേജർ ആക്സിസ്. ഒരു മേജർ ആക്സിസും കാണും, ഒരു മൈനർ ആക്സിസും കാണും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതിന് രണ്ട് ഫിക്സഡ് ആയിട്ടുള്ള രണ്ട് സ്ട്രെയിറ്റ് ലൈനുകളുണ്ട്. എലിപ്സിന് രണ്ട് ഫിക്സഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ. ദി സ്ട്രെയിറ്റ് ലൈൻ പെർപെൻഡിക്കുലർ ടു ദി മേജർ ആക്സിസ്. മേജർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എലിപ്സിനെ സംബന്ധിച്ചിടത്തോളം എത്ര എണ്ണമുണ്ട്? 2 എണ്ണമുണ്ട്. ഇനി അതുപോലെ തന്നെ രണ്ട് പോയിൻ്റ് എഫ് എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ടല്ലേ, അതിനെ നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നു. ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് രണ്ട് ഫിക്സഡ് പോയിൻ്റ് ആണ്. ഇത് ഫിക്സഡ് പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോക്കസ് എന്നും, രണ്ട് ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയറക്ട്രിക്സ് എന്നും പറയുന്നത്. ഇനിയുള്ളൊരു പാട്ടെന്ന് പറയുന്നത് വെർട്ടെക്സ് ആണ്, വി. ഓക്കെ, വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ദി എൻഡ് പോയിന്റ് ഓഫ് ദി മേജർ ആക്സിസ് ഓൺ ദി കർവ്. കർവിൻ്റെ എൻഡ് പോയിന്റ്, മേജർ ആക്സിസിലുള്ള എൻഡ് പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. അതിനൊരു എലിപ്സിനൊരു മേജർ ആക്സിസുമുണ്ട്, ഒരു മൈനർ ആക്സിസുമുണ്ട്. രണ്ട് ഫിക്സഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ, അതിനെ നമ്മൾ ഡയറക്ട്രിക്സ് എന്ന് പറയുന്നു. അത് നമ്മുടെ വെർട്ടെക്സിനും പുറത്താണ്. ഇനി അതുപോലെ രണ്ട് ഫോക്കസ് പോയിന്റുകളുണ്ട്. ഫോക്കസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് പോയിന്റ് ഇൻ ആൻ എലിപ്സ് ആണ്. അത് നമ്മുടെ വെർട്ടെക്സിന് എലിപ്സിനകത്താണ് വരുന്നത്, ഫോക്കൽ പോയിന്റ്. ഓക്കെ, ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടേം എന്ന് പറഞ്ഞാൽ എന്താണ് എക്സെൻട്രിസിറ്റി എന്നുള്ളതാണ്. എന്താണ് എക്സെൻട്രിസിറ്റി? എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ദ റേഷ്യോ ബിറ്റ്വീൻ ദി ഡിസ്റ്റൻസ് ഫ്രം ദി വെർട്ടെക്സ് ടു ഫോക്കസ് ആൻഡ് വെർട്ടെക്സ് ടു ദി ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ, എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഷ്യോ ആണ്, തമ്മിലുള്ള റേഷ്യോ ആണ്. ആരൊക്കെ തമ്മിലുള്ളതാണ്? ഡിസ്റ്റൻസ് ഫ്രം വെർട്ടെക്സ് ടു ഫോക്കസ്. വെർട്ടെക്സ് മുതൽ ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ്, വെർട്ടെക്സ് മുതൽ ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ആരാണ്? വെർട്ടെക്സ് മുതൽ ഡയറക്ട്രിക്സിൽ വരെയുള്ള ഡിസ്റ്റൻസ്. മനസ്സിലായോ? വെർട്ടെക്സ് മുതൽ ഫോക്കസ് ഡിവൈഡഡ് ബൈ വെർട്ടെക്സ് മുതൽ ഡയറക്ട്രിക്സ്. അപ്പോൾ ഡയറക്ട്രിക്സിൽ നമ്മളൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, പോയിന്റിന് പേര് കൊടുത്തിട്ടുണ്ട് എ എന്ന്. അങ്ങനെയാണെങ്കിൽ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് വി എഫ് ഡിവൈഡഡ് ബൈ വി എ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ടേംസ് എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു എലിപ്സ് എക്സെൻട്രിസിറ്റി മെത്തേഡ് യൂസ് ചെയ്ത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്. വൺ ഫോക്കസ് ഓഫ് ആൻ എലിപ്സ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 mm ഫ്രം ഇറ്റ്സ് ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സിൽ നിന്ന് എലിപ്സിൻ്റെ ഒരു ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 mm ആണ്. ഡ്രോ ദി എലിപ്സ് ഗിവൺ ദി എക്സെൻട്രിസിറ്റി ആസ് 3/5. എക്സെൻട്രിസിറ്റി തന്നിട്ടുണ്ട്, 3/5 ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ അങ്ങ് വരച്ചിടുകയാണ്. ഓക്കെ, ഒരു ഹൊറിസോണ്ടൽ ലൈൻ അങ്ങ് വരച്ചിടുകയാണ്. അതിൽ നമ്മുടെ ഈ സൈഡിലുള്ള ഫിക്സഡ് പോയിന്റിനെ നമുക്ക് ഡയറക്ട്രിക്സ് ഇതായിട്ട് എടുക്കാം. ഓക്കെ, ഡയറക്ട്രിക്സ് മുതൽ ഒരു ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് 30 mm എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടല്ലേ, 30 mm. അപ്പോൾ ഡയറക്ട്രിക്സിലെ പോയിന്റിനെ നമുക്ക് എ എന്ന് വിളിക്കാം. അത് മുതൽ ഈ പോയിന്റ് വരെയുള്ള, ഈ പോയിന്റ് ഏതാണ്? ഫോക്കസ് ആണ്, ശരിയല്ലേ? ഇത് വരെയുള്ള ഡിസ്റ്റൻസിനെ 30 mm എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്, എക്സെൻട്രിസിറ്റി നമുക്ക് എത്രയാണ് തന്നിട്ടുള്ളത്? എക്സെൻട്രിസിറ്റി 3/5 എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ 3 എന്ന് പറയുന്നത് വി എഫ് ഡിവൈഡഡ് ബൈ വി എ. അപ്പോൾ വെർട്ടെക്സ് എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ആയിരിക്കും അല്ലേ. അപ്പോൾ വെർട്ടെക്സ് മുതൽ ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെർട്ടെക്സ് മുതൽ ഡയറക്ട്രിക്സ് വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞതിനകത്ത് നമ്മുടെ എക്സെൻട്രിസിറ്റി, എലിപ്സിനെ സംബന്ധിച്ചിടത്തോളം എക്സെൻട്രിസിറ്റി എപ്പോഴും 1-നേക്കാട്ടിയും കുറവായിരിക്കും. എപ്പോഴും 1-നേക്കാട്ടിയും കുറഞ്ഞ വാല്യൂ ആണ് എക്സെൻട്രിസിറ്റി. അതായത് വി എഫ് എന്ന് പറയുന്നത് എപ്പോഴും ചെറുതായിരിക്കും വി എയെ സംബന്ധിച്ചിടത്തോളം. ഇത് മുതൽ വെർട്ടെക്സ് ഇതാണെങ്കിൽ വെർട്ടെക്സ് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസിനെ കാട്ടിയും ചെറുതായിരിക്കും വെർട്ടെക്സ് മുതൽ ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ്.
അപ്പോൾ നമുക്ക് ഈ വെർട്ടെക്സ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ റേഷ്യോ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ടോട്ടലി ഇത് എത്ര പാർട്സ് ഉണ്ട്? 3+5 ആയിട്ടുള്ള 8 പാർട്ടുകളുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഈ 30 mm 8 ഡിവൈഡ് ചെയ്യുക. അതിൽ 3 പാർട്ട് VF ആയിട്ട് മാർക്ക് ചെയ്യുക, 5 പാർട്ട് VA ആയിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 30 mm 8 ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ? ആലോചിച്ച് നോക്കിയേ, നമുക്കൊരു വാല്യൂ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പാടാണ്. അതേസമയം നമുക്കൊരു 80 mm 80 mm 8 ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊരു 10 mm വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് പോകാമായിരുന്നു. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ഒരു റൗണ്ട് ഓഫ് വാല്യൂ ആണ് ചോദിക്കണമെങ്കിൽ നിങ്ങൾ അതുപോലെ ഡിവൈഡ് ചെയ്യുക എളുപ്പമുള്ള രീതിയിൽ. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ വരയ്ക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് ചോദിക്കണമെങ്കിൽ നിങ്ങൾ ആ ഡിവിഷൻ ചെയ്യാൻ അറിയുക. അത് സ്കെയിലിംഗ് മെത്തേഡ് നമ്മൾ പല ക്വസ്റ്റ്യനിലും ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് ഒരു 30 ഡിഗ്രിയോളം വരുന്ന ഒരു ആംഗിളിൽ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ ഒരു ലൈൻ മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ ലൈനിനെ നമ്മൾ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യുക? 8 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി ഡയമെൻഷൻ എടുത്ത് എന്ത് ചെയ്യുക? 8 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. നോക്കിയേ, 1, അതുപോലെ തന്നെ 2, ദെൻ 3, അങ്ങനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ദെൻ ഈ പോയിൻറ്റും 8ാമത്തെ ഡിവിഷനുമായിട്ട് എന്ത് ചെയ്യുക? മീറ്റ് ചെയ്യിപ്പിച്ചു. ഇനി നമ്മൾ നമ്മുടെ സെറ്റ് സ്ക്വയർ എടുക്കുക. സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഈ ലൈൻ എങ്ങനെയാണ് നമ്മൾ വരച്ചത് ആ ലൈനിന് പാരലായിട്ട് തന്നെ എല്ലാ ലൈനും മാർക്ക് ചെയ്ത് പോവുക. നമ്മൾ നോക്കിയേ, നമ്മുടെ സെറ്റ് സ്ക്വയറും സ്കെയിലും കൂടെ യൂസ് ചെയ്യുക. കണ്ടോ, സെറ്റ് സ്ക്വയറും സ്കെയിലും കൂടി യൂസ് ചെയ്യുക. ഈ ലൈനിന് പാരലായിട്ട് വയ്ക്കുക. അടുത്ത ലൈൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. ശരിയല്ലേ? ആ ഒരു ലൈൻ മാർക്ക് ചെയ്യുക. വീണ്ടും നമ്മൾ മുന്നോട്ട് സെറ്റ് സ്ക്വയറിനെ അഡ്ജസ്റ്റ് ചെയ്യുക. അടുത്ത ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. വീണ്ടും മുന്നോട്ട്. അങ്ങനെ നമുക്ക് എല്ലാം മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം എന്താ? നമുക്കിവിടുന്ന് 3 ഡിവിഷൻ മാർക്ക് ചെയ്താൽ മതി അല്ലേ? നോക്കിയേ, VF എന്ന് പറയുന്നത് 3 മാർക്ക് ചെയ്താൽ പോരെ? 1, 2, 3. അപ്പോൾ 3 ഡിവിഷനായി. അപ്പോൾ ഈ പോയിന്റിലാണ് എന്തെന്ന് പറയുന്നത്? വെർട്ടെക്സ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ എക്സെൻട്രിസിറ്റി 3/5 വന്നുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്കെയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ പെട്ടെന്ന് മാർക്ക് ചെയ്യാൻ പറ്റുന്ന മെഷർമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്കെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി എന്താ ചെയ്യുക? നമ്മൾ വെർട്ടെക്സിൽ നേരെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. കണ്ടോ? ദെൻ കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് വെർട്ടെക്സിൽ വെച്ചുകൊണ്ട് ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. എന്ത് ചെയ്യുക? ഒരു ആർക്ക് ഇതിൽ കട്ട് ചെയ്യുക. ഓക്കെ, ഇനി ആ കട്ടായ പോർഷനും ആ പോയിൻറ്റും എ എന്ന് പറയുന്ന പോയിൻറ്റും കൂടെ മേക്ക് ചെയ്തുകൊണ്ട് നമ്മളൊരു ലൈൻ വരച്ചങ്ങിടുക. കണ്ടോ? ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹൊറിസോണ്ടൽ ലൈനിനെ മുന്നോട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നൊന്നുമില്ല. ഇതുപോലെ പെർപെൻഡിക്കുലർ ലൈൻസ് മാർക്ക് ചെയ്യുക. ഇതൊരു ഈക്വൽ ഡിസ്റ്റൻസ് ഒന്നുമില്ല കേട്ടോ. ഇതുപോലെ പെർപെൻഡിക്കുലർ ലൈൻസ് മാർക്ക് ചെയ്യുക. ഇതിൽ വന്ന് തട്ടണം. അപ്പോൾ ഇത് നമുക്ക് പേര് കൊടുക്കാം. 1, 2, 3, 4, 5. 1 ഇവിടെ 1 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 1 ഡാഷ്, ഇവിടെ 2 ആണെങ്കിൽ 2 ഡാഷ്, ഇത് 3 ഡാഷ്, ഇത് 4 ഡാഷ്, ഇത് 5 ഡാഷ്. ഓക്കെ, ദെൻ 1 ഡാഷ് ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കുക. 1 ഡാഷ് ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കുക. ഫോക്കസിൽ വെച്ചുകൊണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, 1 ഡാഷ് ഡിസ്റ്റൻസ് എടുത്ത് ഫോക്കസിൽ വെച്ചുകൊണ്ട് 1 ഡാഷ് ലൈനെ മുകളിലും താഴെയും കട്ട് ചെയ്യുക. ഓക്കെ, ദെൻ 2 ഡാഷ് ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കുക. ഫോക്കസിൽ വെച്ചുകൊണ്ട് 2 ഡാഷ് ലൈനെ മുകളിലും താഴെയും കട്ട് ചെയ്യുക. ഓക്കെ, ദെൻ 3 ഡാഷ് ഡിസ്റ്റൻസ് എടുക്കുക. ഫോക്കസിൽ വെച്ചുകൊണ്ട് 3 ഡാഷ് ലൈനെ കട്ട് ചെയ്യുക. അതുപോലെ ബാക്കി. ഓക്കെ, അപ്പോൾ 1 ഡാഷിൽ കട്ട് ചെയ്ത പോയിൻറ്റിനെ നമ്മൾ P1 എന്ന് വിളിച്ചു, ഇതിനെ P2 എന്ന് വിളിച്ചു, ഇതിനെ P3 എന്ന് വിളിച്ചു, ഇത് P4,
നമ്മുടെ വെർട്ടെക്സ്. ഇനി എന്ത് ചെയ്യുക, വെർട്ടെക്സിൽ നിന്ന് 1 1 ഡാഷ് വരുന്ന ലൈനിലേക്ക് ഒരു സ്മൂത്ത് കർവ് വരയ്ക്കുക. അതുപോലെ അടുത്ത P2ലേക്ക്, ദെൻ P3യിലേക്ക്, അതുപോലെ താഴെ. ഓക്കെ, ഇതുപോലെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഓക്കെ ഇതുപോലെ കർവ് കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് എലിപ്സ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നിയത് ഈ ഒരു സ്കെയിലിംഗ് ചെയ്തതായിരിക്കും. അതിപ്പോൾ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചു തന്നിരിക്കട്ടെ, ഫോക്കസ് മുതൽ ഡയറക്ട്സ് വരെ 50 mm എക്സെൻട്രിസിറ്റി 2/3 ആയിരുന്നെങ്കിലോ? നമ്മൾ ഫോക്കസ് മുതൽ ഡയറക്ട്രിക്സ് വരെ 50 mm എടുത്തു, ശരിയല്ലേ? ഇത് നമ്മുടെ ഡയറക്ട്രിക്സ് ആയിട്ട് മാർക്ക് ചെയ്തു. ഇപ്പോൾ കിട്ടിയത് ഡയറക്ട്രിക്സിലെ പോയിന്റ് എയും ഇത് ഫോക്കസുമായിട്ട് കിട്ടി, അല്ലേ? എക്സെൻട്രിസിറ്റി 2/3 എന്നാണ് കിട്ടിയത്. അതായത് 2 + 3 എന്ന് പറയുന്നത് 5 ഡിവിഷനാണ്. ഇത് എത്രയുണ്ട്? 50 mm ഉണ്ട്. 50 mm 5 ഡിവിഷനാക്കാൻ നമ്മൾ 10 mm വെച്ചെടുത്താൽ പോരെ? നോക്കിയേ, കണ്ടോ? അപ്പോൾ ഇതിൽ VF എന്ന് പറയുന്നത് 2 ഡിവിഷനാണ്. അപ്പോൾ 1 2. അപ്പോൾ ഇവിടെ ആയിരിക്കും അതിൻ്റെ വെർട്ടെക്സ് വരുന്നത്. ആ വെർട്ടെക്സിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക, ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് എടുത്ത് കട്ട് ചെയ്യുക, ദെൻ ഈ ഒരു ലൈൻ വരയ്ക്കുക, ദെൻ എന്ത് ചെയ്യുക, ഇവിടെ ഈക്വൽ ഡിസ്റ്റൻസ് ഒന്നും എടുക്കണ്ട, ഇങ്ങനെ കട്ട് ചെയ്യുക. ഓക്കെ, 1 1 ഡാഷ് 2 2 ഡാഷ് 3 3 ഡാഷ് ഇങ്ങനെ പോകും, അല്ലേ? ദെൻ 1 1 ഡാഷ് ഡിസ്റ്റൻസ് എടുക്കുക, ഫോക്കസിൽ വെച്ചുകൊണ്ട് ഈ 2 പോയിന്റ് കട്ട് ചെയ്യുക. അപ്പോൾ ഇതിനെന്ത് കിട്ടും? P1 P1 ഡാഷ്, ദെൻ 2 2 ഡാഷ് ഡിസ്റ്റൻസ് എടുക്കുക, ഫോക്കസിൽ വെച്ചുകൊണ്ട് ഇത് കട്ട് ചെയ്യുക. അപ്പോൾ P2 P2 ഡാഷ്, ശരിയല്ലേ? ഇപ്പോൾ ഇതുപോലെ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നൊരു അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായൊരു പോർഷൻ നമ്മൾ സ്കെയിൽ ചെയ്യാൻ. ഓക്കെ, അത് നമ്മുടെ വാല്യൂവിനനുസരിച്ച് നിങ്ങൾ ഡിവൈഡ് ചെയ്തെടുക്കുക. നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഈ ആദ്യം ചെയ്ത പോലെ സ്കെയിലിംഗ് മെത്തേഡിലൂടെ ചെയ്യുക. ഓക്കെ.